ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ജൂബിലി വർഷത്തിലെ ഹോസാന തിരുനാളിൽ പങ്കെടുക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ അവസരത്തിൽ ഹോസാന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയാതെ വീടുകളിൽ ഭവനങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന കിടപ്പ് രോഗികളും ഞെരുക്കം അനുഭവിക്കുന്നവരെയും പ്രത്യേകമായി ദൈവസമക്ഷം ഓർമ്മിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാണ് ഈ ഹോസാനയോട് ചേർന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ജനങ്ങൾ ഇത്രമാത്രം ഉല്ലസിച്ച് ദൈവത്തിന് ഹോസാന വിളിച്ചു പറയുവാൻ, അഥവാ ദൈവത്തിനാണെന്ന തിരിച്ചറിവ് അവർക്കില്ല ആ കാലഘട്ടങ്ങളിൽ. എന്നാൽ ഈ ചെറുപ്പക്കാരന് ഉണ്ണാനും ഉടുക്കാനും കിടക്കുവാനും കിടപ്പാടമില്ലാത്ത, മേൽവിലാസമില്ലാത്ത ഒരു വെറും ആശാരിയുടെ മകനായ സാധാരണ ഒരു കൂരയ്ക്ക് കീഴിൽ കിടക്കുന്ന ഇവനെ ഇത്രമാത്രം ഗംഭീരമായി ആ നഗരത്തിലേക്ക് ജെറുസലേമിലേക്ക് സ്വീകരിക്കാനുള്ള കാരണം, അതിൻ്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ഇസ്രായേലിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാലേ നമുക്ക് സാധ്യമാവൂ. ഇസ്രായേലിൻ്റെ ചരിത്രം, അത് അടിമത്തത്തിൽ കഴിഞ്ഞ ജനങ്ങൾ, ആ ജനങ്ങൾ കഴിഞ്ഞ 7 നൂറ്റാണ്ട് BC 7-ാം നൂറ്റാണ്ടോടുകൂടി അടിമത്തത്തിലേക്ക് പോയ അവർ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു. ദൈവവചനത്തിൽ പ്രകാരം അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവർക്ക് ഒരു പൊളിറ്റിക്കൽ മിസേഹ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി വിമോചനം നൽകുവാൻ കെൽപ്പുള്ളവൻ അവരുടെ ഗോത്രത്തിൽ പിറക്കുമെന്നും അവൻ രാജാവായി ഇവരെ ഭരിക്കുമെന്നും അങ്ങനെ ഈ വിജാതിയരുടെ അടിമത്തത്തിൽ നിന്ന് തങ്ങൾക്ക് മോചനമുണ്ടാകുമെന്നും നൂറ്റാണ്ടുകളായ അവരുടെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് യേശു എന്ന യുവാവ്. അവരുടെ ഗോത്രത്തിൽ പിറന്ന യുവാവ് ആ ചെറിയ കാലഘട്ടം കൊണ്ട് വിസ്മയകരമായി ആ സമൂഹത്തിൽ ഇടപെടുകയും മാത്രമല്ല അധികാരവർഗങ്ങൾക്ക് പോലും അവൻ വലിയ ഭീഷണിയും തലവേദനയുമായി മാറുകയും എല്ലാ പ്രകാരത്തിലും ഉയർന്ന തസ്തികയിലുള്ളവർക്ക് അവനൊരു ചോദ്യചിഹ്നമായി മാറുകയും ചെയ്തപ്പോൾ ഇവർ വിചാരിച്ചു, തീർച്ചയായും ഈ അത്ഭുത പ്രവർത്തകൻ മരിച്ചവരെയും രോഗികളെയും ഒക്കെ സുഖപ്പെടുത്തുക മാത്രമല്ല 10,000-കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുവാൻ തക്കവിധം വാഗ്വിലാസമുള്ള, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആ പ്രഭാഷകൻ, അത്ഭുതങ്ങളുടെ ഈ യുവാവ്, ഇവനാണ് ഈ ചരിത്ര പുസ്തകത്തിലെ പൊളിറ്റിക്കൽ മിസേഹ അഥവാ ചരിത്രത്തിൽ നമ്മെ രക്ഷിക്കാനായി ദൈവം കാത്തുവച്ചിരിക്കുന്ന രാജാവ് എന്ന്. ആ തിരിച്ചറിവിൻ്റെ പാരമ്യത്തിൽ നിന്നാണ് അവർ ഈശോയെ ആ രാജ്യത്തിലേക്ക്, ആ പട്ടണത്തിലേക്ക്, ജെറുസലേം പട്ടണത്തിലേക്ക് സ്വീകരിക്കുന്നത്. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. എന്നാൽ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ ആർത്ത് വിളിച്ചതും അവർ വലിയ സ്തുതിഗീതങ്ങൾ ആലപിച്ചതുമൊക്കെ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് ഈ പ്രാദേശികമായ സംഭവത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വിജാതിയരുടെ കൂടെ നിന്ന് ജീവിച്ച് അവരുടെ ഭരണത്തിൻ്റെ എല്ലാ നാരകീയതയും കഷ്ടതകളും അനുഭവിച്ച് ഒരു 4-കിട ജീവിതം നയിക്കുന്ന ജീവിതത്തിൽ നിന്ന് തങ്ങൾക്ക് മോചനമുണ്ടാകാൻ ഇതാ വന്നിരിക്കുന്ന രക്ഷകൻ, ദൈവം അയച്ച രക്ഷകൻ എന്ന നിലയിൽ മാത്രമാണ്. എന്നാൽ 2025 ഹോസാനയുടെ കുരുത്തോലകൾ നെഞ്ചോട് ചേർത്ത് നമ്മൾ ഈ ബലിയർപ്പിക്കുമ്പോൾ നമുക്കറിയാം, ചരിത്രത്തെ രണ്ടായി വിഭജിക്കുകയും ക്രിസ്തുവിനോട് കൂടെ മാത്രം ലോക ചരിത്രം എഴുതാൻ മാത്രം പറ്റും എന്ന നിലയിൽ മാത്രമായി ഈശോയുടെ ചരിത്രം ലോകത്തിൽ അത് BC-യിലേക്കും AD-യിലേക്കും 2 വശങ്ങളിലേക്കും കർത്താവിൻ്റെ നാമം പ്രസരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് എന്ന് 2025 ഹോസാന തിരുനാൾ ആചരിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ അന്ന് ഹോസാന വിളിച്ചപ്പോൾ അവരൊരു ചരിത്ര പുരുഷനെയാണ് ആ ക്രിസ്തുവിൽ കണ്ടതെങ്കിൽ, ഒരു അമാനുഷികനായ വ്യക്തിയാണ് അവർ കണ്ടതെങ്കിൽ, അവർ ദൈവം അയച്ച ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു രാജാവിനെയാണ് കണ്ടിരുന്നതെങ്കിൽ 2025 വിശുദ്ധ ബലിയോട് ചേർന്ന് ഈ ഹോസാന തിരുനാളിൽ പങ്കെടുക്കുന്ന നമുക്കറിയാം, അത്ഭുതങ്ങളുടെ തീരാ പ്രവാഹമായി ലോകത്തിൻ്റെ എമ്പാടും ദൈവത്തെ ആരാധിക്കുന്ന, ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ക്രിസ്തുവിനെ തൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തെയും ജീവിതത്തെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് അവൻ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഇടങ്ങളിലല്ല, ലോകത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും, ലോകത്തിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും, ലോകത്തിൽ പിറന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ കെൽപ്പുള്ള ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന തിരിച്ചറിവിലാണ് നാം ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ തിരിച്ചറിവിൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രൻ,
ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണം, ആ പൂർത്തീകരണത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ ഓശാന ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ കർത്താവെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ദേശത്തെയും എല്ലാം രക്ഷിക്കണമേ എന്ന് ദൈവപുത്രനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതൊരു കഴുതയുടെ കാര്യമാണ്. കഴുത VIP ആയ ദിവസമാണെന്നൊക്കെ പണ്ട് വികാരിച്ചന്മാർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ ഞങ്ങളൊക്കെ അന്ന് ബഹുഭൂരിപക്ഷം പേരും ഓല കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കുരിശാക്കുമായിരുന്നു. ഞങ്ങൾ കുരിശായ ആണ് എങ്കിലും കയ്യിലും ഒരു കുരിശിരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം തന്നെ ഇവിടെ ആരും ഒന്ന് നിങ്ങളത് കുരിശൊക്കെ അങ്ങനെ ഉണ്ടാക്കി പിള്ളേരെ കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു രൂപം ഉണ്ടെന്നുള്ളതും ഓല കൊണ്ട് തന്നെ കുരിശാക്കാൻ പറ്റുമെന്നൊക്കെ അവരും കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ആ കുരിശ് അതിൻ്റെ ഇതാണ് ഇങ്ങനെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കുരിശ് ഇങ്ങനെ ആ ഇതിൻ്റെ ഇറുക്കിരിയിൽ നിന്ന് ഇങ്ങനെ നിന്ന് കുരിശിങ്ങനെ താഴോട്ട് നിന്ന് ഇങ്ങനെ കുരിശ് ആടുകയും പാടുകയും, നമ്മൾ പാടുമ്പോൾ കുരിശും ആടും, കാറ്റ് വരുമ്പോൾ കുരിശാടും തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മൾ പാടുമ്പോഴും നമ്മൾ കൈയടിക്കുമ്പോഴൊക്കെ കുരിശും അങ്ങനെ കൈയടിക്കും. അപ്പോൾ നമുക്കും കുരിശാകാൻ എങ്ങനെയാണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന ഓല നമ്മൾ കുരിശാക്കുമ്പോൾ നമ്മളും തിരിച്ചറിയുകയാണ് ഒരു കുരിശിൻ്റെ വിശുദ്ധിയിലേക്ക് ഈ ശരീരത്തെ വഴക്കമുള്ളതാക്കി മാറ്റാൻ സാധിക്കുമെന്ന്. ഓലയെ വഴക്കമുള്ളതാക്കി മാറ്റിയാണ് നമ്മൾ കുരിശാക്കുന്നത്. കുരുത്തോലയെ നമ്മൾ വഴക്കമുള്ളതാക്കി മാറ്റിയാണ്, അത് വഴങ്ങുമ്പോഴാണ് അത് കുരിശായി മാറുന്നത്. വഴക്കത്തിൻ്റെ കുറവ് മാത്രമാണ് ക്രൂശിതൻ എന്നിൽ മികവുറ്റ സാന്നിധ്യമാകാത്തത് എന്ന് ആ കുരിശ് പിടിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരികയും ചെയ്യും. അപ്പോൾ പണ്ട് വികാരിച്ചന്മാർ പറഞ്ഞ പോലെ തന്നെ കഴുത VIP ആയ ദിവസമാണ് ഇതെങ്കിൽ അതിന് ഏക കാരണം ക്രിസ്തുവായിരുന്നു. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്ഥിരമായി VIP-കളായി മാറുന്നെങ്കിൽ, ശരിയായ VIP-കളായി മാറുന്നെങ്കിൽ അതിന് ഏക കാരണം ക്രിസ്തുവാണ്. ലോകത്തിൽ ആരെങ്കിലും ചരിത്രത്തെ മറികടന്നും വീണ്ടും വീണ്ടും മരണത്തിന് ശേഷവും വീണ്ടും അവരുടെ സ്മരണയും അവരുടെ സാന്നിധ്യവും അവരുടെ സംഭാവനകളും മറ്റു പലരും അത് ഏറ്റെടുത്ത് നടത്തുന്നെങ്കിൽ എനിക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, അത് കർത്താവ് ആണ് അവരെ VIP ആക്കിയത്. അഥവാ കർത്താവിന് ഇരിക്കാൻ അവരുടെ മുതുക് നൽകി, അവരുടെ ജീവിതം നൽകി, അവരുടെ ശരീരം നൽകി എന്നുള്ളതാണ്. അവരുടെ ശരീരം, അവരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ലക്ഷ്യവുമെല്ലാം യേശുവായിരുന്നു. കയറിയിരിക്കാൻ വേണ്ടി ഇടം കൊടുത്തു. എന്നിട്ട് യേശുവിനെ ചുമക്കുമ്പോഴുണ്ടാകുന്ന സകല കഷ്ടപ്പാടുകളും രക്ഷയിലേക്കും സ്വർഗത്തിലേക്കും ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സഹന ഹൃദയ ജീവിതത്തിൽ ചേർത്തു. മാത്രമല്ല, അത് നടക്കാൻ തുടങ്ങി. നിൽക്കുകയല്ല ചെയ്തത്, അത് മെല്ലെ നടക്കാൻ തുടങ്ങി ആ കഴുത. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇത്ര തന്നെയാണ്. അപ്പോൾ നമ്മളും വഴക്കമുള്ളതായി ആ കഴുതയെപ്പോലെ, കഴുത എന്ന് പറഞ്ഞാൽ അന്ന് അത്ര മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് 2 തരത്തിലാണ് കുതിരയും കഴുതയും ആ കാലത്ത് വേറിട്ട് നിന്നത്. കുതിര ശക്തിയുടെയും അധികാരത്തിൻ്റെയും ഒക്കെ പവറിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തു സമാധാനത്തിൻ്റെ വാഹനമായ ആ നാൽക്കാലിയുടെ പുറത്താണ് കയറിയത്. അത് സമാധാനത്തിൻ്റെ ചിഹ്നമായിരുന്നു. എന്നും സമാധാനത്തിൻ്റെ ചിഹ്നമാണ് ആ കാലഘട്ടങ്ങളിൽ കഴുത. ഭാരം വഹിക്കുകയും കമാന്നൊരക്ഷരം മിണ്ടാതെ അനുസരിക്കുകയും ചെയ്യുന്ന ആ മൃഗം അന്നും ക്രിസ്തുവിനെ അനുസരിക്കുകയും തിരിഞ്ഞൊരു വാക്ക് പറയാതെ അവൻ നടക്കാൻ പറഞ്ഞപ്പോൾ നടക്കുകയും നിൽക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കുകയും ഒക്കെ ചെയ്ത് ആ കഴുതയും അതിൻ്റെ വർഗവുമെല്ലാം കൂടുതൽ മഹിമയുള്ളതായി മാറി എന്നതാണ് വാസ്തവം. നമ്മൾ ഓരോരുത്തരും ഇന്ന് വചനത്തിലൂടെ വായിച്ചു കേട്ടല്ലോ, വേരാണ് വൃക്ഷത്തെ താങ്ങുന്നത്. നമ്മൾ മുതിർന്നവരായ നമ്മളാണ് നമ്മളുടെ കുടുംബമാകുന്ന വൃക്ഷത്തെ താങ്ങേണ്ടത്. എന്നാൽ ആ വേരുകൾ ശരിയായ ജീവരസം നാം ഇന്ന് വായിച്ചു കേട്ടു. ശരിയായ ജീവരസം ഞാനും നിങ്ങളും ഊറ്റിയെടുക്കുന്നില്ലെങ്കിൽ, സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ താങ്ങുന്നു എന്ന് പറയുന്ന വൃക്ഷം വല്ലാതെ ബലഹീനമായി പോകും. നമ്മൾ താങ്ങുന്നു, നമ്മുടെ കുടുംബം എന്ന വൃക്ഷത്തെ താങ്ങുന്നു. പക്ഷേ മുതിർന്നവരായ കാരണവന്മാരായ അവരും അതുപോലെ തന്നെ പ്രായപൂർത്തിയായ യുവജനങ്ങളുമൊക്കെയാണ് കുടുംബത്തെ താങ്ങേണ്ടത്. ആ കുടുംബത്തിൻ്റെ മുകളിൽ പ്രായമുള്ളവർ ഉണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ടാവാം, പലതരത്തിൽ ഞെരുക്കമുള്ളവരുണ്ടാവാം. അവരെയെല്ലാം താങ്ങാൻ ഈ വേരിന് കെൽപ്പുണ്ടാകണമെങ്കിൽ വേര് ശരിക്കും ജീവരസം എടുക്കണമെന്ന് ലേഖനത്തിൽ ഓർമ്മിപ്പിച്ചത് നമുക്ക് ഓർമ്മിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും VIP ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ഇവിടെയൊന്നുമല്ല. സാധാരണ ഒരു സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ
ചില്ലറ ആഗ്രഹം ഉണ്ടാകുക. പണിയൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് നിൽക്കാം, മറ്റാരും ഇല്ലെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് നിന്ന്. ചിലർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത്. ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിൽക്കാം, പക്ഷേ എന്നെ ഉത്തരവാദിത്വം ഒന്നും ഏൽപ്പിച്ചേക്കരുത്. ആരും ഇല്ലെങ്കിൽ ഞാൻ നിൽക്കാം, പക്ഷേ എന്നെ അവിടെ ഇവിടെ പോകാൻ എന്നോട് പറയരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഈ മുമ്പിലിരിക്കുന്ന പ്രിക്കാട്ടുകാസ് മുതൽ പ്രിക്കട്ടാസാണോ പ്രിക്കട്ടികൾ മുതൽ പുറകിൽ പള്ളിക്ക് പുറത്ത് ഇരിക്കുന്ന അവർ വിചാരിക്കുന്നത് ഇവിടെ പള്ളി തിങ്ങി കവിഞ്ഞ് നിൽക്കുമെന്നാണ്. ഇതാ ഇവിടെ പിള്ളേർ മറ്റേ ടൂറിസത്തിൽ കയറിയിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. കസേര, ഒരു കസേരയൊക്കെ ഒരാൾ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അത്രയും സൗകര്യങ്ങളുണ്ടായിരിക്കെ അപ്പോൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ഥാനത്തെയും ബഹുമാനത്തെയും ഒക്കെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. മനുഷ്യനാണോ? അവരാഗ്രഹിക്കുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളൊരു നല്ല കാര്യം പറയുമ്പോൾ ഞാൻ താങ്ക് യു ഇങ്ങനെ പറയുന്നത്? എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടു. പിന്നെ അതിൻ്റെ ഒരു നമ്മൾക്ക് എപ്പോഴും നമ്മളെ ഒരാൾ പോസിറ്റീവായിട്ട് പറഞ്ഞു അപ്പം നമ്മൾ വിനയമുള്ളവരായി മാറും. കള്ള വിനയത്തിൻ്റെ ലക്ഷണമാണത്. കാരണം എന്താ? പോസിറ്റീവായി നമ്മളോട് പറയുമ്പോൾ മാത്രം കാണിക്കുന്ന വിനയമൊന്നും വിനയമല്ല. അതൊക്കെ ആ വിനയത്തിൻ്റെ വെറും പ്രകടനം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാര്യമായ VIP-കളായി മാറാത്തത് എങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഞാൻ എന്നെ തന്നെ പരിശോധിക്കുമ്പോൾ ഒരു കാരണം, എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ തേജോമയമായ പൗരോഹിത്യത്തിൻ്റെ മിഴിവാർന്ന പ്രകാശം കൂടുതൽ തെളിയിക്കാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഒരു കാരണം ഇതാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, പ്രധാനമായി ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് നമ്മളിൽ ക്രിസ്തു രൂപപ്പെടുന്നതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റി നിർത്തുന്നെങ്കിൽ, ഈ കാര്യം ഒഴിവായിട്ട് ക്രിസ്തു എന്നെ രൂപപ്പെടുത്തിയാൽ മതി. ഈ കാര്യം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മാറ്റി വെക്കുന്നു, അത് മാത്രം, ഈ ഒരൊറ്റ ചെറിയ കാര്യം മാത്രം എനിക്ക് വേണ്ടി ഞാൻ സൂക്ഷിക്കുന്നു, ബാക്കി ഒന്നും ഞാൻ സൂക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് മാത്രം ഞാൻ എനിക്കായി സൂക്ഷിക്കും. ഇനി അത് കഴിഞ്ഞുള്ള കർത്താവിൻ്റെ അനുഗ്രഹം മതിയെന്ന് അറിയാതെ നമ്മൾ മനസ്സിൽ പറയുകയാണ്. എല്ലാവർക്കും അറിയാം തങ്ങൾ VIP-കളാകാൻ, തങ്ങൾ ശ്രേഷ്ഠരാകാൻ തങ്ങളിൽ തന്നെയുള്ള തടസ്സങ്ങൾ എന്താണെന്ന്, നമ്മിൽ തന്നെയുള്ള തടസ്സങ്ങൾ എന്താണെന്ന്. എന്നാൽ ആ തടസ്സങ്ങൾ ചിലപ്പോഴെങ്കിലും വേദനാജനകമാണ്. അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ച്, ഓരോരുത്തരെ സംബന്ധിച്ചും അത് വളരെ വേദനാജനകമാണ്. സിനിമ കാണുന്നവർക്ക്, TV കാണുന്നവർക്ക്, മൊബൈൽ കാണുന്നവർക്ക്, മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കുന്നവർക്ക്, സ്വന്തം ശരീരത്തിൻ്റെ ഈ പ്രത്യേക സുഖം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അത് തീറ്റയായാലും കുടിയായാലും ശരീരത്തിൻ്റെ മറ്റ് ഇഷ്ടങ്ങളാണെങ്കിലും ആ ഒരു ചെറിയ ഒരു ആഗ്രഹം മാത്രമാണ് അവരിൽ ഏറ്റവും മികവുറ്റ നിൽക്കുന്നത് എങ്കിൽ അത് മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അവർ ശരിക്കും പ്രലോഭനത്തെ നേരിടുന്നത്. പ്രലോഭനത്തെ നേരിടുന്നത് ശരിക്കും. ഉറക്കത്തിൽ ആരെങ്കിലും പ്രലോഭനത്തെ നേരിടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അവരന്നേരം ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഓശാന തിരുനാളിന് നമുക്കെല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടെ പരിശോധിക്കാം. ആ പരിശോധനയിൽ ക്രിസ്തുവിൻ്റെ മിഴിവാർന്ന രൂപം നമ്മളിൽ രൂപപ്പെടുവാൻ, നമ്മളിൽ പ്രകാശിതമാകുന്നതിന് തടസ്സമായിരിക്കുന്ന ആ ഒരു കാര്യത്തെ, ആ ഒരു കുറവിനെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ, ആ മനസ്സിലാക്കി കഴിഞ്ഞ് അതൊന്ന് മാറ്റാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം പ്രലോഭനം എന്താണെന്ന് അറിയുക. നാം പ്രലോഭനം എന്താണെന്ന് അറിയുന്ന അപ്പോഴാണ്, പ്രലോഭനത്തിൻ്റെ വശീകരണവും പ്രലോഭനത്തിൻ്റെ ശക്തിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഈ ഓശാനയുടെ തിരുനാൾ ദിനം നമുക്ക് കാഴ്ചവെപ്പിനായി കാസയും ബിലാസയും ഉയർത്തുമ്പോൾ നമ്മളെ തന്നെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഈശോ പറയും. മഹാഭൂരിപക്ഷം വ്യക്തികളുടെയും ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്ത, അത് ഏത് സ്ഥാനത്തിരിക്കുന്നവരാവട്ടെ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്ത അവളേക്കാൾ അവനേക്കാൾ ഞാൻ പല കാര്യങ്ങളിലും പുറകിലാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഈ ജീവിതത്തെയും ഈ ശരീരത്തെയും വേണ്ട വിധം ബഹുമാനിക്കുവാൻ അവനവൻ പഠിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർ എത്ര കോരിയൊഴിച്ച് നമ്മെ ബഹുമാനിച്ചാലും, മറ്റുള്ളവർ എത്രമാത്രം സ്നേഹം നമ്മിലേക്ക് ചൊരിഞ്ഞാലും നമുക്ക് ഒരിക്കലും അതിന് ഒരു തീർപ്പാവുകയില്ല, ഒരു തൃപ്തിയാകില്ല. താൽക്കാലികമായി മാത്രം തൃപ്തിയാവുകയും സ്ഥിരമായി ജീവിതം അസ്വസ്ഥമാകുകയും ചെയ്ത് നിൽക്കും. സ്ഥിരമായി എത്ര അഭിനയിച്ചാലും അവർക്ക് ആ സമാധാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ടത്, ദൈവം ഇത്ര മഹിതമായ ഒരു ജീവിതം നമുക്ക് നൽകി, ഇത്ര മഹിതമായ ജീവിതം നമുക്ക് നൽകി. ഈ ലോകത്തെ കാണാനും ഇത്രയും പേരെ കാണാനും ഒക്കെ കാഴ്ച മുതൽ എന്തെല്ലാം സാഹചര്യങ്ങൾ നമുക്ക് നൽകി. എല്ലാത്തിനും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. താരതമ്യപ്പെടുത്താതിരിക്കാം.
ഒരു കാലത്ത് നിന്റെ മുതുകത്തും കർത്താവ് മുഴുവനോടെ വന്നിരിക്കും. അത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. ഒരു സമയത്ത് വളരെ അപ്രസക്തമായി ആ ജനക്കൂട്ടത്തിൽ തേരാപാര നടന്ന ആ കഴുതയ്ക്ക് ഇപ്പം VIP സ്ഥാനം കിട്ടിയതുപോലെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് മുമ്പോട്ട് സ്വപ്നങ്ങൾ സ്വരുക്കൂട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത്, അപ്രതീക്ഷിതമല്ല, ദൈവത്തിൻ്റെ ആ സമയത്ത് ദൈവം അത്ഭുതാവഹമായി ഇടപെട്ടുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. അച്ഛൻ്റെ മരിച്ചിടക്കിന് ഞാൻ പോയ ദിവസം, തലേ ദിവസം ഞങ്ങൾ വീട്ടിലെ രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് 1-2 പേര് പഴയ പരിചയക്കാർ വന്ന്, അതിലൊരുത്തൻ ഇങ്ങനെ വളഞ്ഞു പിരിഞ്ഞ് എങ്ങനെ നിന്നാന്ന് അറിയത്തില്ല, അവൻ്റെ ശരീരവും അവൻ്റെ മുഖമൊക്കെ ഈ ഉണക്കക്കമ്പ് വീണ്ടും ഉണങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഉണക്കക്കമ്പ് വീണ്ടും 10 വർഷം നല്ല വെയിലത്ത് കിടക്കാൻ വിചാരിക്കും, മഴയൊന്ന് നല്ല വെയിലത്ത്, അതിൻ്റെ അവസ്ഥ. അങ്ങനെ ജീവിച്ച ഒരു ജീവിത സാഹചര്യത്തിലുള്ള ആൾ ഇന്ന് കാണുമ്പോൾ അത്ഭുതപ്പെടുന്ന മുഖപ്രസരിപ്പോടെ നിന്ന്. കാരണം ഇത്രയേ ഉള്ളൂ, അവനെ ദൈവം വേറൊരു ലെവലിലേക്ക് എത്തിച്ചു. അവനെ ഞാൻ പറയുമ്പോൾ 10 വയസ്സുള്ള ഞാനാ പറയുന്നത്. അപ്പം എൻ്റെ പ്രായക്കാരനെ ഞാൻ ഈ അവനെ എന്ന് വിളിക്കുന്നത്, അത് നിങ്ങളെപ്പോലുള്ളവരല്ല. അവൻ്റെ മക്കൾ 4 മക്കളുള്ളതിൽ 4 മക്കളും വിദേശത്തല്ല, ഈ നാട്ടിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ജോലികളിലും. ഈ EWS സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് അതൊന്നും വേണ്ടാത്ത രീതിയിൽ ജീവിച്ച് ജോലി വാങ്ങിച്ച് ഇപ്പോൾ സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുന്നു. അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, സന്തോഷത്തിൻ്റെ. ആ മക്കളെല്ലാവരും വന്നു ഈ അച്ഛനെ കാണാൻ. അച്ഛൻ അവരുടെ വികാരിയൊന്നുമല്ലായിരുന്നു, പക്ഷെ അവരുടെ അടുത്ത പള്ളിയിലെ വികാരിയായിരുന്നു. അങ്ങനെ കണ്ടു പരിചയമുള്ളത് കൊണ്ട്, കേട്ട് പരിചയമുള്ളത് കൊണ്ട്, അറിയാവുന്നതുകൊണ്ട് അവർ കാണാൻ വരികയാണ്. ഞാൻ ഈ മരിച്ചിറക്കിൻ്റെ സമയത്താണ് പലപ്പോഴും മനുഷ്യരുടെ ആഴത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ചില വീടുകളിൽ ചെന്നാൽ, ആത്മാരുടെ വീട്ടിലാണെങ്കിലും അച്ഛന്മാരുടെ ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും, അവർ മരിച്ചു കിടക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ധാരാളം പേർ ആ വീട്ടിലേക്ക് കയറി വരും. അത് അച്ഛനായാലും അൽമായനായാലും മരിച്ചു കിടക്കുമ്പോൾ ധാരാളം പേർ, ഇന്ന് വരെ വർത്തമാനം പറയാത്ത ധാരാളം പേർ അന്ന് ആ ഭവനത്തിൽ വന്ന് ഇങ്ങനെ നിർനിമേഷമായി ഒരു നിമിഷം പ്രാർത്ഥിച്ച് കടന്നു പോകും. കാരണം ഇവരെ എവിടുന്ന് വെച്ചോ ഒരു പ്രാവശ്യം കേട്ടതോ കണ്ടതോ, അല്ലെങ്കിൽ ആ പത്രത്തിൽ കണ്ടപ്പോൾ ഒരു മുഖപരിചയം വെച്ചോ ആയിരുന്നു. അതുകൊണ്ടാണ് പണ്ടത്തെ കാരണവന്മാരെല്ലാം ആ നാടെന്ന് പറഞ്ഞാൽ 10,000-2000 വീട്ടുകാരുള്ള ഒരു വലിയ ഇടവകയെക്കുറിച്ചാണ് അന്നത്തെ കാര്യത്തിൽ ഞാൻ പറയുന്നത്. 40-45 വർഷം മുമ്പ്. അന്ന് നെല്ലിക്കാമ്പൊയിലോ അല്ലെങ്കിൽ കിളിയന്ത്രയിലോ ഒക്കെ ഏത് മൂലയ്ക്ക് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലെങ്കിൽ പോലും, കിളിയന്ത്ര എന്ന് പറഞ്ഞാൽ കിളിയന്ത്രയെ ഇന്ന് പേരട്ടെ അടങ്ങുന്ന, അല്ലെങ്കിൽ രണ്ടാം കടവെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാമെങ്കിൽ, അങ്ങനെ വിശാലമായ ധാരാളം ഈ നമ്മുടെ ഇടവകയുടെ ഒരു 3 ഇരട്ടി വലിപ്പമുള്ള, എന്നാൽ അത്രമാത്രം ജനസഞ്ചയവുമുള്ള, അല്ലാതെ ആളില്ലാത്തതല്ല, ജയസഞ്ചയവുമുള്ള അവിടെ ആൾക്കാർ പോയി പങ്കെടുക്കുന്നത് കാണാൻ വരുന്നത്. കാരണം അതൊരു പുണ്യമാണെന്ന് അവരുടെ ജീവിതത്തിൽ കുറിച്ചു വെച്ചതുകൊണ്ട് മാത്രമല്ല, ഈ അവസാന നിമിഷം ഒരു പ്രാവശ്യം കൂടിയേ അങ്ങേരെ എനിക്കിനി കാണാൻ പറ്റൂ, ആ സമയത്ത് വരണമെന്ന്. ഞങ്ങൾ തലേ ദിവസം രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് പോയി, പിറ്റേ ദിവസം രാവിലെ കണ്ട കാഴ്ച, 6 മണിക്ക് മുമ്പ് തന്നെ ആ പ്രദേശം മുഴുവൻ വാഹനം കൊണ്ട് നിറഞ്ഞു. ആ അച്ഛൻ്റെ ഇതിന്. അച്ഛൻ ഇവിടെ വളരെ ചെറിയ 2 ഇടവകയിൽ, അതും പാത്തമ്പാറയിൽ 2 വർഷവും പിന്നെ വാണിപ്പാറയിൽ 3 വർഷവും ശുശ്രൂഷ ചെയ്ത്, 2 ഇടവകയിലാണ് തലശ്ശേരി രൂപതയിൽ ശുശ്രൂഷ ചെയ്തത്. ഞാനത് പറയാൻ കാരണം ഇതാണ്, കൂടപ്പിറപ്പുകളെ, നമ്മളെ എല്ലാവരെയും ഓർക്കുന്ന, നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന, നമ്മളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹിക്കുന്ന ധാരാളം പേർ ഈ ലോകത്തുണ്ട്. അവർക്ക് വേണ്ടി നമ്മളുടെ ചെറിയ പ്രലോഭനങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് തയ്യാറാവാം. നമ്മുടെ കുടുംബം മാത്രമല്ല, നമ്മളുടെ ഈ നാട്ടിലെ ധാരാളം ജനങ്ങൾ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്, നേരിട്ടല്ലെങ്കിലും അല്ലാതെയും. അതുകൊണ്ട് തന്നെ നമ്മളെ വശീകരിക്കുകയും നമ്മെ കീഴ്പ്പെടുത്തുകയും നമ്മളെ ക്രിസ്തുവിൻ്റെ പ്രസരിപ്പിൽ നിന്ന് പിന്തിരിക്കുകയും ചെയ്യുന്ന പ്രലോഭനങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ നല്ല ഓശാനയിലേക്ക്, വിശുദ്ധ വാരത്തിലേക്ക്, പീഡാനുഭവ വാരത്തേക്ക്, വലിയ ആഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ സ്നേഹമംഗളങ്ങൾ ഏറെ ആദരവോടും ബഹുമാനത്തോടു കൂടി അച്ഛൻ നേരുകയാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ.